ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പെസഹ കാലത്തിലെ 5-ാം ഞായർ. ഈ ദിവസത്തെ വായനകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. ഈശോ സ്നേഹത്തിൻ്റെ അവതാരമാണ്. ഉത്ഥിതനായ ഈശോയിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം എങ്ങും പ്രസരിക്കുകയാണ്. ഈശോ പറയാണ്, അല്പസമയം കൂടി നിങ്ങളുടെ കൂടെയുള്ളൂ എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, അതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നിങ്ങളുടെ സ്നേഹം മൂലം നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് ലോകം മുഴുവനും അറിയും. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ കർത്താവിൻ്റെ സ്നേഹം അത് വ്യാപിപ്പിക്കുവാൻ വേണ്ടി ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത് നിയോഗിച്ച് ഒരുമിച്ച് കൂട്ടിയ ജനതയാണ് കത്തോലിക്ക തിരുസഭ. തിരുസഭയുടെ 267-ാം പാപ്പയായി ലിയോ 14 ഇന്ന് സ്ഥാനാരോഹണം ചെയ്യപ്പെടുകയാണ്. പാപ്പയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സ്നേഹവും സമാധാനവും നീതിയും ഐക്യവും ലോകത്തിൽ വരുത്തുവാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധനാണ് നമ്മുടെ പാപ്പ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പാപ്പയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവം തൻ്റെ കൃപകളാൽ സമൃദ്ധമായി അദ്ദേഹത്തെ അനുഗ്രഹിച്ച് ഇന്നത്തെ ലോകത്തിൽ സഭയെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് നയിക്കാനുള്ള കൃപ ഏകാൻ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനും കർത്താവിൻ്റെ സ്നേഹം പരത്തുക, അങ്ങനെ സ്നേഹം പരത്തി സ്നേഹത്തിൻ്റെ രാജ്യമായ ദൈവരാജ്യം സ്ഥാപിക്കുക. പ്രിയപ്പെട്ടവരെ, അതാണ് പാപ്പ ഏറ്റെടുക്കുന്ന വലിയ ദൗത്യം. സഭയെ സ്നേഹത്തിൻ്റെ പാതയിലൂടെ വഴി നടത്തുക. നമ്മൾ പാപ്പായിലൂടെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കണ്ടെത്താനായിട്ട് സാധിക്കണം. ഇന്നത്തെ ലോകത്തിലെ പ്രിയപ്പെട്ടവരെ, സ്നേഹം ഏറ്റവും കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് തിരുസഭയിലൂടെയാണ്. പല മതങ്ങളും വിദ്വേഷത്തിൻ്റെയും വിരോധത്തിൻ്റെയും വേർതിരിവിൻ്റെയും ചിന്താഗതി പരത്തുമ്പോൾ എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ് എന്ന ബോധത്തോടെ, എല്ലാവരിലും ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമുണ്ട് എന്ന ബോധ്യത്തോടെ എല്ലാവരെയും സ്നേഹിക്കുവാൻ വേണ്ടി എല്ലാവരെയും നിർബന്ധിക്കുന്ന, പ്രചോദിപ്പിക്കുന്ന, പ്രാപ്തരാക്കുന്ന മതമാണ് ക്രൈസ്തവ മതം. അതിന് കാരണക്കാരൻ നമ്മുടെ കർത്താവായ ഈശോ തന്നെയല്ലേ? ദൈവസ്നേഹത്തിൻ്റെ അവതാരമായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ദൈവപുത്രൻ നമ്മളെപ്പോലെ ഒരുവനായി ജനിച്ചു, വളർന്നു, ജീവിച്ചു, പ്രവർത്തിച്ചു, സംസാരിച്ചു, ബന്ധപ്പെട്ടു, അവസാനം നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി ആ സ്നേഹം ഏറ്റവും പ്രകടമാക്കാൻ വേണ്ടി അവിടുന്ന് കുരിശിൽ മരിച്ചു. നമ്മുടെ കണ്ണുനീരൊപ്പാൻ, നമ്മുടെ പാപം മോചിക്കാൻ, നമുക്ക് രക്ഷ തരാൻ അവിടുന്ന് അങ്ങനെ പ്രിയപ്പെട്ടവരെ രക്ഷകനായി തൻ്റെ സ്നേഹം ഏറ്റവും വെളിപ്പെടുത്തി. ആ സ്നേഹം ആണ് കർത്താവിൻ്റെ ഉത്ഥാനത്തിനും കാരണം. കല്ലറയ്ക്കകത്ത് ഒളിഞ്ഞിരിക്കാൻ കർത്താവിന് കഴിഞ്ഞില്ല. അവിടുത്തെ സ്നേഹം പ്രിയപ്പെട്ടവരെ അത് കല്ലറ തുറന്ന് പുറത്തേക്ക് വരുവാനും ലോകമെങ്ങും ദൈവ ചൈതന്യവും ദൈവസ്നേഹവും പരത്തുവാനും ഈശോയെ ഉത്ഥിതനാക്കി. ആ ഉത്ഥിതനായ ഈശോയെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ പെസഹ കാലത്തിലൂടെ പ്രത്യേകമായി നമ്മുടെ ധ്യാന വിഷയമാക്കുന്നത്. ആ ഉത്ഥിതനായ ഈശോ എങ്ങനെ തൻ്റെ സ്നേഹത്താൽ നമ്മെ നിറയ്ക്കുന്നു, സ്നേഹിക്കാൻ നമ്മളെ എങ്ങനെ പ്രചോദിപ്പിക്കുന്നു, നമ്മളെ സ്നേഹത്തിൻ്റെ ഉപകരണങ്ങളാക്കുന്നുവെന്ന് ഇന്നത്തെ ബൈബിൾ ഭാഗങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഒന്നാമത്തെ വായനയിൽ നമ്മൾ പൗലോസിനെയും ബർന്നബാസിനെയും കുറിച്ചാണ് വായിച്ചു കേൾക്കുക. അവർ സ്ഥാപിച്ച സഭകളിലേക്ക് അവർ വീണ്ടും സന്ദർശനം നടത്തിയിട്ട് അവിടെ പ്രത്യേകമായിട്ട് ലീഡേഴ്സിനെ, നേതാക്കന്മാരെ നിയോഗിക്കുക. അവരിലൂടെയാണല്ലോ ഒരു വിധത്തിൽ സഭ ഒരു വിധത്തിൽ ലോകത്തിൽ നിലനിൽക്കുക. മാർപ്പാപ്പമാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ എല്ലാം പ്രിയപ്പെട്ടവരെ അങ്ങനെ പ്രത്യേകമായിട്ട് നിയോഗിച്ചു. അവരെ ദൈവത്തിന് ഭരമേൽപ്പിച്ചു എന്ന് പറയാണ്. അവർക്ക് പൗലോസ് അപ്പോസ്തലൻ കൊടുത്ത നിർദ്ദേശം എന്താ? സഹനത്തിലൂടെ നിങ്ങൾ ദൈവരാജ്യം കരസ്ഥമാക്കണം,
സഹനത്തിലൂടെ നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹം ലോകത്തിൽ വ്യാപിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ വായനയിലേക്ക് നോക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ആ ഉത്തിതനായ ഈശോ പ്രിയപ്പെട്ടവരെ വരുത്തുന്ന പുതുമയാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. അവിടെ എന്താ സംഭവിക്കുക? ദൈവം മനുഷ്യനോടൊത്തു വസിക്കുക. പഴയതെല്ലാം കടന്നുപോയി നമ്മുടെ ഭൂതങ്ങളിൽ നിന്നെല്ലാം നമ്മളെ വിമോചിപ്പിച്ച് നമ്മെ നവീകരിക്കുന്ന, നമ്മെ പുതുതാക്കുന്ന ഉത്ഥിതനായ ഈശോ, ആ ഈശോ ദൈവജനത്തോടൊത്ത് വസിക്കുക. ദൈവം അവരോടൊത്ത് അവരുടെ ഇടയിൽ കൂടാരമടിച്ച് അവരോടൊത്ത് പാർക്കുക, എന്നിട്ട് എല്ലാം നവീകരിക്കുക. മനുഷ്യൻ്റെ കണ്ണുനീരൊപ്പിക്കൊണ്ട് മരണമില്ലാത്ത, വേർപാടില്ലാത്ത, വിലാപമില്ലാത്ത ആ പുതിയ ജീവിതത്തെ സംജാതമാക്കിക്കൊണ്ട് കർത്താവ് ലോകത്തിൽ പ്രവർത്തിക്കുന്നു. ഉത്ഥിതനായ ഈശോ ലോകത്തിൽ എങ്ങനെ സന്നിഹിതനാണ് എന്ന് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ രണ്ടാമത്തെ വായന നമ്മളെ ഓർമ്മപ്പെടുത്തുക. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ സുവിശേഷം ആരംഭിക്കുന്നത് യൂദാസ് പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ എന്നാണ്. ഒരു വിധത്തിൽ യൂദാസ് സ്നേഹത്തിൻ്റെ നിഷേധത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ്. ഈശോയെ ഒറ്റുകൊടുത്ത യൂദാസ്, കർത്താവിൻ്റെ ക്ഷമയ്ക്ക് പോലും കാത്തിരിക്കാതെ ആത്മഹത്യ ചെയ്ത ആ യൂദാസ്, നഷ്ടപ്പെട്ടു പോയ, കർത്താവിൻ്റെ കൂടെ വസിച്ചു, കർത്താവിനാൽ പരിശീലിപ്പിക്കപ്പെട്ടു, കർത്താവിനാൽ വിളിക്കപ്പെട്ടു, കർത്താവിൻ്റെ വിശ്വാസം ആർജിച്ചു. പക്ഷേ എന്നിട്ടും ഒരു വിധത്തിൽ നഷ്ടപ്പെട്ട യൂദാസ് വിട്ടുപോയപ്പോൾ കർത്താവ് പറയാണ്, മനുഷ്യപുത്രൻ ഇതാ മഹത്വപ്പെട്ടിരിക്കുന്നു. ആ മഹത്വം പ്രിയപ്പെട്ടവരെ വെളിവാകുന്നത് ഈ സ്നേഹത്തിലൂടെയാണ്. ഈശോ പറയാണ്, അല്പനാളുകൂടെ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടായിരിക്കുള്ളൂ, എന്നാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല, പക്ഷേ അനുഭവിക്കാൻ പറ്റും എൻ്റെ സ്നേഹത്തിലൂടെ. കർത്താവ് തരുന്ന പുതിയ കൽപ്പനയിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രധാനമായിട്ടും കാണാവുന്നത് 3 സ്നേഹമാണ്. ഒന്ന്, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന നാം. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ നുകരണം, അനുഭവിക്കണം. നമ്മളെ രക്ഷിക്കുന്ന, നമ്മളെ പൗത്രീകരിക്കുന്ന, നമ്മളോട് ക്ഷമിക്കുന്ന, നമ്മളോട് കരുണ കാണിക്കുന്ന, നമുക്ക് സമർത്ഥമായി ജീവൻ തരുന്ന ആ കർത്താവിൻ്റെ സ്നേഹം പ്രിയപ്പെട്ടവരെ നമ്മൾ അനുഭവിച്ച് സ്നേഹത്താൽ നിറയണം. ആ സ്നേഹത്തിൽ നമ്മൾ പരിവർത്തനപ്പെടണം. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുക, എന്നിട്ടോ നമ്മൾ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പരിവർത്തനപ്പെടുക. മൂന്നാമത്തേതോ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അങ്ങനെ പകർന്നു കൊടുക്കുന്നതിലൂടെയാണ് നമ്മൾ ഈശോയുടെ യഥാർത്ഥ ശിഷ്യരായി മാറുന്നത്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരായി, സ്നേഹത്തിൽ പരിവർത്തനപ്പെട്ടവരായി നമ്മുടെ വാക്കും പ്രവൃത്തിയും പെരുമാറ്റവും ജീവിതവും ബന്ധങ്ങളും എല്ലാം പ്രിയപ്പെട്ടവരെ ആ സ്നേഹത്താൽ പ്രചോദിതമാകും, ആ സ്നേഹത്താൽ നവീകരിക്കപ്പെടും. അങ്ങനെ സ്നേഹത്താൽ നവീകരിക്കപ്പെട്ട് സ്നേഹം പകരുന്നവരായി, സ്നേഹം പരത്തുന്നവരായി, പ്രസരിപ്പിക്കുന്നവരായി ഈ ലോകത്ത് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ സ്നേഹം തന്നെയായ ദൈവത്തിൻ്റെ മക്കളാവുക, സ്നേഹത്തിൻ്റെ അവതാരമായ ഈശോയുടെ ശിഷ്യരായി മാറുക, സ്നേഹത്തിൻ്റെ പ്രവാഹമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി തീരുക, സ്നേഹത്തിൻ്റെ ഭവനമായ തിരുസഭയിലെ അംഗങ്ങളായി മാറുക, സ്നേഹത്തിൻ്റെ രാജ്യമായ സ്വർഗത്തിൻ്റെ പൗരരായി തീരുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദിവ്യകുർബാനയിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നുകരാം. ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞ് ആ സ്നേഹത്തെ ഉൾക്കൊണ്ട് പ്രിയപ്പെട്ടവരെ ആ സ്നേഹത്തിൽ നമുക്ക് പരിവർത്തനപ്പെടാം. നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ വാക്കും പ്രവൃത്തിയും എല്ലാം സ്നേഹത്താൽ പ്രചോദിതമാകട്ടെ. അങ്ങനെ നമുക്ക് ലഭിച്ചത് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് തയ്യാറാകാം. കർത്താവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞ് സ്നേഹത്തിൽ പരിവർത്തനപ്പെട്ട് സ്നേഹം പകർന്ന് നമുക്ക് ജീവിക്കുവാനായിട്ട് ശ്രദ്ധിക്കാം. അതിനുവേണ്ട കൃപാവരം പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് സമർത്ഥമായി ഏകുമാറാകട്ടെ.